Thank you for waiting. Thank you so much. Have a good ഫോൺ ഇതിനകത്തുനിന്ന് എടുക്കുകയാണ്. ഓക്കെ, കൊള്ളാം. നമസ്കാരം, അമേരിക്കൻ സവാരിയിലേക്ക് സ്വാഗതം. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉള്ള നാട്ടിലുള്ള സെൽഫോൺ എന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾക്കേ കാണത്തുള്ളൂ. ആ ഒരാൾക്ക് എന്ന് പറയുന്നത് അന്നത്തെ മോട്ടറോളയുടെയൊക്കെ ഒരു ഫോണ് എന്ന് പറയുന്ന ഒരു ബാഗ് വേണം അത് കൊണ്ട് നടക്കാനായിട്ട്. അന്ന് ഇൻകമിങ് കോൾ വരുന്നതിനും പൈസ ചാർജ് ചെയ്യുമായിരുന്നു ഫോണിൽ. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒരു ഫോണാണ് 1100. ഞാൻ ഒരു കൂട്ടുകാരുടെ കൂടെ റൂമിലൊക്കെ താമസിക്കുന്ന സമയത്ത് അതെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞാലും ആ ഫോണിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അതിനുശേഷമാണ് ഈ സ്മാർട്ട് ഫോൺ എന്നുള്ള ഫോണുകൾ വിപണി കീഴടക്കിയത്. പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റീവ് ജോബ്സ് തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച വീട്ടിലെ ഒരു ഗരാജിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുകയും ആ ആപ്പിൾ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ സെൽഫോൺ വിപണിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നത്തെ നമ്പർ 1 മാർക്കറ്റ്, സെൽഫോൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെയാണ്. ആ ആപ്പിളിൻ്റെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള, അവരുടെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഷോറൂമാണ് ന്യൂയോർക്കിലെ 5th അവന്യൂവിലുള്ള അവരുടെ ഷോപ്പ്. അപ്പോൾ ഇപ്പം അവരുടെ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വിപണിയിൽ എത്തിയിരിക്കുകയാണ്. ആ പുതിയ ഫോണ് വാങ്ങുന്നതിന് വേണ്ടി ഞാൻ എത്തി നിൽക്കുന്നത് ഐഫോണിൻ്റെ ന്യൂയോർക്കിലുള്ള 5th അവന്യൂവിലുള്ള അവരുടെ ഷോപ്പിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബിൽഡിങ് ഗ്രൗണ്ട് ലെവലിന് താഴെയാണ്. അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ക്യൂബിക്കിലൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ പുറകിൽ നിന്ന് കാണാൻ പറ്റും ആ ഗ്ലാസ് ക്യൂബിക്കിൽ. അപ്പം അവിടെ ഇറങ്ങി ഇന്ന് ഫോൺ മേടിക്കാൻ പോവാണ്. ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് ഈ ഫോണ് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഐഫോൺ മേടിച്ചോട്ട് വീട്ടിലെത്തി. കണ്ടോ, ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ബാഗ്, അവർ തന്നൊരു ബാഗാണ്. ഇതാ 5th അവന്യൂവിലെ ആപ്പിൾ ഷോപ്പിൻ്റെ ഒരു ബാഗാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം കളിക്കുന്ന ഒരു നാടകമാണ് ഗോ ഗ്രീൻ എന്ന് പറഞ്ഞ്. ഇത് തുണി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്ന ഈ ബാഗ്. ഇത് കണ്ടല്ലോ, ഇത് പ്ലാസ്റ്റിക് അല്ല, തുണി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. തുണി കൊണ്ടുള്ള ഒരു ബാഗ്. പിന്നെ അവരുടെ പേപ്പർ കൊണ്ടാണ് അടുത്ത ബാഗ്, അതും ഗോ ഗ്രീൻ ആയിരിക്കും. അതിനകത്ത് ഇതാണ് നമ്മുടെ ഫോണ്, ഇതാണ്. പക്ഷേ ഫോണിൻ്റെ ഈ കവറ് ഇത് പ്ലാസ്റ്റിക്കാണ്.
അതെന്താണ് അവർ മാറ്റാത്തത് എന്നറിയില്ല. ഇതാണ് ഐഫോൺ 11 Pro Max. ഈ ഫോൺ ഇതിനകത്തുനിന്ന് എടുക്കുകയാണ്. അതായത് ഓക്കെ, കൊള്ളാം. ഞാൻ മേടിച്ചത് അതിൻ്റെ സ്പേസ് ഗ്രേ എന്നുള്ള കളറാണ് ഞാൻ മേടിച്ചത്. സ്പേസ് ഗ്രേ എന്നുള്ള കളറാണ്. ഈ വർഷം ഐഫോൺ റിലീസിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, അവർ മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു പുതിയ കളറിൽ ഒരു ഫോൺ ഇറക്കി. പക്ഷേ അത് ഷോറൂമിൽ ചെന്ന് ആ കളർ കണ്ടോണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കെപ്പോഴും സ്പേസ് ഗ്രേ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ് താല്പര്യം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 3 ക്യാമറയാണ്. ഇതാണ് ഐഫോൺ 11 പ്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഐഫോൺ 11 ഉണ്ട്, ഐഫോൺ 11 പ്രോ ഉണ്ട്, ഐഫോൺ 11 പ്രോ മാക്സ് ഉണ്ട്. അപ്പം ഐഫോൺ 11ഉം ഐഫോൺ 11 പ്രോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ തന്നെയാണ്. ഐഫോൺ 11ൽ 2 ക്യാമറയെ കാണാൻ പറ്റത്തുള്ളൂ, ഐഫോൺ 11 പ്രോയിൽ 3 ക്യാമറയുണ്ട്. അതിൽ ഒന്ന് ഒരു ടെലിഫോട്ടോ, പിന്നെ ഒരു അൾട്രാ വൈഡ്, പിന്നെ വേറെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പം വൈഡ് ഷോട്ടുകളും വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഐഫോൺ 11ൽ 2 ക്യാമറയേ ഉള്ളൂ, ഐഫോൺ 11 പ്രോയിലും ഐഫോൺ 11 പ്രോ മാക്സിലുമാണ് 3 ക്യാമറ. ഐഫോൺ 11ഉം ഐഫോൺ 11 പ്രോയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഐഫോൺ 11 പ്രോയിലും പ്രോ മാക്സിലും സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്ന് പറയുന്നതുകൊണ്ട് നല്ല ഒരു ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ പീസ് ഓഫ് ഗ്ലാസ് ആണ്, നമുക്കിത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഞാനിതൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. പഴയ ഫോൺ നമ്മൾ അടുത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെറ്റപ്പ് ചെയ്യാം പഴയ ഫോണിൽ നിന്ന്. ഓക്കെ, നമ്മളിനി പുതിയ ഫോണ് ഓക്കെ. അപ്പം എൻ്റെ പഴയ ഫോണ് ഐഫോൺ XR എന്നുള്ള സാധനങ്ങൾ മൊത്തം ഐഫോൺ 11ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഡിസ്പ്ലേയിലൊക്കെ നമുക്ക് പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിരുന്ന ക്യാമറയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ ക്യാമറയിൽ ഇങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും മെയിൻ അട്രാക്ഷൻ. ഞാനിപ്പം ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുകയാണ്. ഐഫോൺ 11 പ്രോ മാക്സിലാണ് ഇതിപ്പം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയാണ്. ഇതിപ്പം ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 4K ക്വാളിറ്റിയിൽ വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. നല്ല ക്വാളിറ്റിയാണ്, വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേറെ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പുതിയ പ്രത്യേകത ഞാൻ കണ്ടത് ഇതിൻ്റെ സെൽഫി മോഡ് വീഡിയോയിൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്ലോ മോഷൻ എന്നുള്ളൊരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റിയാണ് ഇത് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വൈഡ് ഷോട്ടുകൾ എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4K ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബോക്സിനകത്തുള്ളത് ചാർജർ വ്യത്യാസമുണ്ട്. USB-C എന്ന് പറയുന്ന ചാർജറാണ് ഇത്. വളരെ പെട്ടെന്ന് ചാർജ് ആകും. 30 മിനിറ്റ് കൊണ്ട് 50% നമ്മുടെ ഫോൺ ചാർജ് ആകും എന്നാണ് അവർ പറയുന്നത്. 18 വോൾട്ട് ചാർജറാണ്. മറ്റേ ഐഫോൺ 10 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്
ഈ ചാർജർ സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും. $30 ഈ ചാർജറിൻ്റെ വില. ഇത് കുറച്ചുകൂടെ പവർഫുള്ളാണ് ഇതിൻ്റെ ചാർജർ. പക്ഷേ അതിൻ്റെ ചാർജറിൻ്റെ കൂടെ നമ്മൾ ഈ അൾട്രാ ലൈറ്റനിങ് അതിൻ്റെ കൂടെയുള്ള കേബിൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം ചാർജ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നീട് ഹെഡ്ഫോണും ഇതിനകത്ത് ഇൻക്ലൂഡഡ് പാക്കറ്റിനകത്ത്. ഐഫോണിൻ്റെ ഏറ്റവും പുതിയതും ഗ്രേറ്റസ്റ്റും ആണ് എന്ന് പറയുന്ന A13 ബയോണിക് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റും ഇത് കുറച്ചുകൂടെ ഫാസ്റ്റാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് ഇതിൻ്റെ ഫേസ് ഡിറ്റക്ഷൻ. നമ്മൾ കുറേ ദൂരത്തു നിന്നാണെങ്കിൽ പോലും നമ്മുടെ ഫേസ് ഇത് ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്തുമൊക്കെ ചിലർക്കൊക്കെ പെട്ടെന്ന് ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സൗകര്യമാണ്. കുറച്ചുകൂടെ ഫേസ് ഡിറ്റക്ഷൻ അവർ അൺലോക്ക് ചെയ്യാനായിട്ട് ഇവരെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ട്. പുതിയ ഐഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS 13 ആണ്. കുറേ അധികം പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്യാമറയ്ക്കും ഒക്കെയുള്ള പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്. പഴയ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ അപ്ഡേഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഐഫോൺ 11 $699 മുതലാണ് സ്റ്റാർട്ടിങ് 64 GB. പിന്നെ അതിൻ്റെ GB കൂടുന്തോറും പ്രൈസ് കൂടും. ഐഫോൺ 11 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് $999 മുതലാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ 64 GB അത് GB കൂടുന്തോറും മെമ്മറി കൂടുന്തോറും അതിൻ്റെ വില കൂടും. ഐഫോൺ 11 Pro Max $1,099 മുതലാണ് തുടങ്ങുന്നത്. $1,099 64 GB. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് 256 GB ഫോണാണ് മേടിച്ചത്. അത് $1,249 ഇതിൻ്റെ വില. $1,249 ഇതിൻ്റെ വില. പഴയ ഫോണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു $400 $500 ഏത് ഫോണാണെന്നുള്ളതനുസരിച്ച് അത് നമുക്ക് കുറച്ച് കിട്ടും. ഇതിൻ്റെ കൂടെ അഡീഷണൽ ടാക്സ് വരുന്നുണ്ട്, അതും കണക്ക് കൂട്ടണം. പിന്നെ ലോണ് മന്ത്ലി പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ആപ്പിൾ തന്നെ കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൊവൈഡറാണോ എടുക്കുന്നത്, വെറൈസൺ ആണോ T-Mobile ആണോ AT&T ആണോ, അവിടെ നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റായിട്ട് ഇത് വാങ്ങാവുന്നതാണ്. കുഴപ്പമില്ല. വീഡിയോ എടുക്കുന്നവർക്കും ഫോട്ടോ എടുക്കുന്നവർക്കുമൊക്കെ ഇത് നല്ലൊരു ആപ്പിളിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോണായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീണ്ടും ഒരു വിശേഷവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ബൈ.